ഹായ് ഫ്രണ്ട്സ്, ചെയിൻ സോക്കറ്റ് മാറ്റുന്നതിന് രണ്ടാമത്തെ പാർട്ടാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആദ്യത്തെ പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ആദ്യത്തെ പാർട്ട് കണ്ടുവരിക, എന്നാലേ ഉള്ളൂ വീഡിയോ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിലേക്ക് കിടക്കാം. ബാക്കത്തെ സ്പോക്കറ്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടത്തെ സ്പോക്കറ്റാണ് പിന്നെ അടുത്തായിട്ട് ചേഞ്ച് ചെയ്യാറുള്ളത്. ആ ഫ്രണ്ടത്തെ സ്പോക്കറ്റ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആദ്യമായിട്ട് ഊരേണ്ടത് കിക്കറാണ്. കിക്കർ ഊരാണെങ്കിൽ 13-ന്റെ ഡബിൾ ഹാൻഡും ഒരു 12-ന്റെ റിംഗ് സ്പാൻഡറും ഉപയോഗിച്ചിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർച്ച് കവർ ഊരണമെങ്കിൽ പിന്നെ ഫ്രണ്ട് ഫുഡ് റെസ്റ്റ് മാറ്റണം. അപ്പം ആ ഫ്രണ്ടത്തെ ഫുഡ് റെസ്റ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് 15-ന്റെ ബോക്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 15-ന്റെ ബോക്സ് ഇല്ലാത്തൊരു 15-ന്റെ റിംഗ് സ്പാൻഡർ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർച്ച് കവർ ഊരണമെങ്കിൽ മാഗ്നറ്റിക് കോയിലിന്റെ കണക്ഷൻ റിമൂവ് ചെയ്യണം. അപ്പം മാഗ്നറ്റിക് കോയിലിന്റെ കണക്ഷൻ എങ്ങനെ റിമൂവ് ചെയ്യാന്നുള്ളത് ജസ്റ്റ് സിമ്പിൾ ആണ്. അതായത് ആ സോക്കറ്റിന്റെ അവിടെ ഒരു ക്ലിപ്പ് വരുന്നുണ്ട്. ആ ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തിക്കി കൊടുക്കുക. അല്ലെങ്കിൽ ആ ലോക്ക് പൊട്ടിപ്പോയാൽ ലൂസ് കോണ്ടാക്ട് ആയിട്ട് പിന്നെ മിസ്സിങ് കാര്യങ്ങളും ഉണ്ടാവാനുള്ള, കറക്റ്റ് കോയിലൂടെ കറണ്ട് പാസ് ചെയ്യാതെ മിസ്സിങ് കാര്യങ്ങളും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറച്ച് കവറിന്റെ 10 ബോൾട്ട് റിമൂവ് ചെയ്യണം. 10 ബോൾട്ട് റിമൂവ് ചെയ്യാൻ 8-ന്റെ ബോക്സ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. 8-ന്റെ ബോക്സ് ഉപയോഗിച്ചിട്ട് 10 ബോൾട്ട് റിമൂവ് ചെയ്യുക. അതല്ലെങ്കിൽ ടീ ബോക്സ് ഉപയോഗിച്ചിട്ട് 8-ന്റെ ടീ ബോക്സ് ഉപയോഗിച്ചിട്ടായാലും ഊരാവുന്നതാണ്. അറച്ച് കവർ റിമൂവ് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം ശ്രദ്ധിക്കുക, അടിയിലൊരു ട്രേയോ കാര്യങ്ങളോ എടുത്ത് വെക്കാൻ നോക്കുക. കാരണം ആ ട്രേ തുടച്ചിട്ട് അത്യാവശ്യം ഡസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ലൊരു ട്രേ ആവാൻ നോക്കുക. കാരണം പുതിയ ഓയിലും കാര്യങ്ങളാണെങ്കിൽ അതന്നെ റിട്ടേൺ വയ്ക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് പഴയ ഓയിലാണെങ്കിൽ പ്രശ്നമില്ല. അപ്പം മാക്സിമം ട്രേ ഒക്കെ ക്ലീൻ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അടിയിലൊരു ട്രേ വെക്കാൻ നോക്കുക. അപ്പൊ എഞ്ചിൻ ഓയിൽ അറച്ച് കവർ ഊരിയിട്ടുണ്ടെങ്കിൽ അതിന് ദേശം പുറത്തേക്ക് വരുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ സ്പോക്കറ്റ് എങ്ങനെ റിമൂവ് ചെയ്യാന്നുള്ളതാണ് അടുത്തതായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. ഈ കാണുന്നതാണ് സ്പോക്കറ്റ്. കാണുന്ന സ്പോക്കറ്റ് എങ്ങനെ റിമൂവ് ചെയ്യാന്നുള്ളത് ആദ്യം തന്നെ അതിന്റെ ബോക്സ് ഇട്ട് ഊരുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞത്, അറച്ച് കവറിന്റെ മുകളിൽ ഫുള്ള് ഡസ്റ്റും കാര്യങ്ങളും ഉണ്ടാവും. അതുപോലെ തന്നെ എഞ്ചിൻ കേസിന്റെ മുകളിലായാലും ഡസ്റ്റും കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ അത് ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ഒരു കാർബോർഡോ കാര്യങ്ങളോ നിങ്ങൾ ഒഴിവാക്കിയ ഓയിലിന്റെ മുകളിലായിട്ട് ഒന്ന് കവർ ചെയ്ത് വെക്കുക. എന്നിട്ട് അറച്ച് കവറിന്റെ ഇത് ക്ലീൻ ചെയ്യുക, ഡസ്റ്റും കാര്യങ്ങളും ക്ലീൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറച്ച് കേസിന്റെ മുകളിൽ, എഞ്ചിൻ കേസിന്റെ മുകളിൽ മൊത്തം ക്ലീൻ ആക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് എഞ്ചിനിൽ കവർ ചെയ്യുന്ന ലെവലിൽ എന്ത് ക്ലോത്തോ അല്ലെങ്കിൽ എന്ത് പ്ലാസ്റ്റിക്കോ കാര്യങ്ങളോ വെച്ചിട്ടൊന്ന് ഡസ്റ്റ് ആ എഞ്ചിന്റെ ഉള്ളിലേക്ക് ആവാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാം. മറ്റൊന്നും കൊണ്ടല്ല, എഞ്ചിൻ ഓയിൽ നല്ല ഓയിലാണോ എന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. അപ്പോൾ അതിന്റെ മുന്നേ ഒരു കാര്യം പറഞ്ഞാൽ, ഇത് ക്ലീൻ ചെയ്യുമ്പോൾ കിക്കർ സ്പ്രിങ്ങിന്റെ സീലും വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്പോക്കറ്റ് ഓയിൽ സീലിന്റെ സീലും വരുന്നുണ്ട്. അപ്പൊ ആ സീല് ഡാമേജ് ആവാതെ നോക്കുക. രണ്ടും ഒരു ഈ കാണുന്ന ഷാഫ്റ്റ് ഉണ്ട്, ആ ഷാഫ്റ്റിന്റെ അവിടെ ആയിട്ട് ഒരു ബ്ലാക്ക് സീല് കാണാം. ആ സീല് എഞ്ചിൻ ഓയിൽ ലീക്ക് ആവും. പിന്നെ ഡാമേജ് ഇല്ലാത്ത ലെവലിൽ ക്ലീൻ ചെയ്യാൻ നോക്കുക. ഈ കാണുന്നത് സ്പോക്കറ്റ് എങ്ങനെ റിമൂവ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇന്ത്യയിൽ മൈനസിന്റെ ബിറ്റ് ഉണ്ട്. ഇനി ആ ബിറ്റും കാര്യങ്ങളും ഹാമറും ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ആ ലോക്ക് ആദ്യം റിമൂവ് ചെയ്യുന്നത്. ആക്സിൽ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുകയും ലോക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ അതിന്റെ മുന്നേ ജസ്റ്റ് ഒന്ന് വണ്ടി ഗിയറിലാണോ എന്ന് ചെക്ക് ചെയ്യുക. ഗിയറിലല്ലെങ്കിൽ സ്പോക്കറ്റ് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്തിട്ട് ഗിയറിലാക്കാൻ നോക്കുക. ഗിയറിലാക്കി, കാരണം ഞാനും മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഊരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗിയറിൽ ഇട്ടിട്ടാണ് റിമൂവ്. അല്ലെങ്കിൽ ന്യൂട്രൽ ആണെങ്കിൽ കറങ്ങാനുള്ള ഇത് ബോക്സിന്റെ പവർ കൊണ്ട് കറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന മക്കിറ്റാന്റെ മെഷീൻ ആയതുകൊണ്ട് ടോർക്കും കാര്യങ്ങളും അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. അപ്പോൾ ലോഡുള്ള ബോൾട്ടുകൾ ഊരാനായാലും ഞെട്ടുകൾ ഊരാനായാലും ടോർക്കുകൾ സെറ്റ് ചെയ്യാൻ പറ്റും, ചെറിയ ബോൾട്ട് ഞെട്ടൊക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എഞ്ചിൻ കേസ് ക്ലീൻ ആക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്രോളോ ഡീസലോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒരു ബ്രഷ് കൊടുത്തിട്ട് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക. ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, എഞ്ചിനിലേക്ക് പോവാതെ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ സീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സീലും കാര്യങ്ങളൊക്കെ 2 സീല് കറുത്ത നിറത്തിൽ കാണുന്ന ഈ 2 സാധനവും, അതായത് ഷാഫ്റ്റിന്റെ അവിടെ വരുന്നതും സ്പോക്കറ്റിന്റെ ഷാഫ്റ്റിന്റെ അവിടെ വരുന്നതും രണ്ടും ബ്ലാക്ക് കളറിലുള്ള സീലാണ്. ആ സീലിൽ ക്ലീൻ ചെയ്യുമ്പോൾ ടീസറോ അല്ലെങ്കിൽ തട്ടോ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കുത്തിപ്പോവാതെ നോക്കുക. കാരണം സീല് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ ഓയിൽ ലീക്ക് ഉണ്ടാവാനുള്ള ചാൻസും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ എങ്ങനെയാ ക്ലീൻ ആക്കുന്നതെന്നുള്ള ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കി. എൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോയുമായി ഞാൻ വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ എന്നെ അറിയിച്ചാൽ എൻ്റെ തെറ്റുകൾ ഞാൻ തിരുത്താൻ ശ്രമിക്കുന്നതാണ്. എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വണ്ടിയുടെ പേര് കമന്റ് ചെയ്യുക. എന്താണ് ചെയ്യേണ്ടതെന്നും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ അടുത്ത വീഡിയോയിലൂടെ ഞാൻ പരമാവധി വരാൻ ശ്രമിക്കുന്നതുമാണ്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തായിട്ട് ചെയിൻ എടുത്തിട്ട് സ്പോക്കറ്റ് അതിൻ്റെ ഉള്ളിലുണ്ടാവുക, ചെയിനിൻ്റെ ഉള്ളിൽ സ്പോക്കറ്റ് ഉണ്ടാവും. ആ സ്പോക്കറ്റ് ഇട് ചെയ്യുക. അപ്പോൾ സ്റ്റാൻഡേർഡിനാണെങ്കിൽ 15 ടീത്താണ് വരുന്നത്, ക്ലാസിക്കിന് 16 ടീത്ത്, പിന്നെ 500 ആണെങ്കിൽ 18 ടീത്താണ് വരുന്നത്. അപ്പം വണ്ടി ഏതാണോ അതിനനുസരിച്ചിട്ടുള്ള ചെയിൻ സ്പോക്കറ്റും ഉപയോഗിക്കുക. അപ്പം 15 ടീത്ത് ഉള്ള 16 ടീത്ത് ആക്കുക. 16 ടീത്ത് ആക്കിയിട്ട് എന്താ മൈലേജ് ഷോട്ട് ഉണ്ടാവാനുള്ള ചാൻസും കാര്യങ്ങളും ഉണ്ട്. അപ്പം 15 ടീത്തുള്ള സ്പോക്കറ്റാണ് സ്റ്റാൻഡേർഡിന് വരുന്നത്, ക്ലാസിക്കിനാണെങ്കിൽ 16. അപ്പോൾ ചെയിൻ്റെ ലോക്ക് റിമൂവ് ചെയ്യുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെയിനിൻ്റെ ലോക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പ്ലെയർ എടുത്തിട്ട് ലോക്ക് ഊരാൻ നോക്കുക. അപ്പോൾ ലോക്ക് ഊരി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ചെയിനിൻ്റെ ലിങ്ക് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓറിംഗ് ഉള്ള ചെയിനാണോ ഓറിംഗ് ഇല്ലാത്ത ചെയിനാണോ നോക്കുക. അപ്പോൾ 2 സൈഡിലായിട്ട് ഓറിങ്ങുകൾ വരുന്നുണ്ട്, ബാക്ക് സൈഡിലായിട്ടും ഫ്രണ്ട് സൈഡിലായിട്ടും ഓറിങ് വരുന്നുണ്ട്. അപ്പം ആ ഓറിങ്ങും കാര്യങ്ങളും കറക്റ്റ് പ്രോപ്പറായിട്ട് തന്നെ കൊടുക്കാൻ നോക്കുക. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ചെയിൻ ലോക്ക് കയറ്റാനായിട്ട് സിമ്പിൾ ഐഡിയ എന്താ വെച്ചാൽ ചെയിൻ്റെ സ്പോക്കറ്റിന്റെ സൈഡിലേക്ക് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ചെയിൻ മൊത്തം ലൂസാക്കിയിടുക. അങ്ങനെ ലൂസാക്കിയിട്ടിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ലോക്ക് കൊടുക്കാൻ വേണ്ടി ചെയിൻ ലോക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓറിംഗ് ഉള്ളതിനോണ്ട് ഒന്ന് തിക്കി കൊടുക്കുക. തിക്കി കൊടുത്തിട്ട് ലോക്ക് കറക്റ്റായിട്ട് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഫിറ്റ് ചെയ്യുക. കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പ്ലെയർ ഇട്ടിട്ട് ലോക്ക് കറക്റ്റ് കുടുങ്ങിയില്ലേ എന്ന് ചെക്ക് ചെയ്യുക. ലോക്കൊന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ഒന്ന് പ്രസ് ചെയ്ത് ടൈറ്റ് ആക്കുകയും കൂടെ ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം പിന്നെ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് 19 ബോൾട്ടിന്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് തിക്കി കൊടുക്കുക. ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തിക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അവിടെ ചെയിനിന്റെ അവിടെ വരുന്ന അഡ്ജസ്റ്റർ ഉണ്ട്, അഡ്ജസ്റ്റർ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് കറക്റ്റ് പ്ലേയുള്ള ലെവലിൽ, ഓവർ ടൈറ്റ് ആവും ചെയ്യരുത്, ഓവർ ലൂസ് ആവരുത്, ഒരു മീഡിയം ടൈറ്റിൽ അത്യാവശ്യം ലെവലിലാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് സ്പോക്കറ്റ് ടൈറ്റ് ആക്കുക. ഈ കാണുന്ന RH കവർ ഒന്ന് ക്ലീൻ ആക്കി വരാം. ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അനാബോണ്ട് എടുത്തിട്ട് ജസ്റ്റ് തേച്ച് കൊടുക്കുക. അതിൽ 2 ഹോള് കാണുന്നുണ്ട്. അതിൽ ആ വലിയ ഹോളില് ഈ കാണുന്ന ഹോള് പമ്പിങ് കറക്റ്റ്, അതായത് ഓയിൽ പമ്പിന്റെ ഹോളാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ അനാബോണ്ട്, അതായത് പേസ്റ്റ് ആവാതെ ശ്രദ്ധിക്കുക. പിന്നെ ഹോളുകളിലൊന്നും മാക്സിമം പേസ്റ്റ് ആവാതെ നോക്കുക. കാരണം ബോൾട്ടും കാര്യങ്ങളൊക്കെ ടൈറ്റ് ആക്കുമ്പോൾ പിന്നെ ബോണ്ട് പിടിച്ചോവാനുള്ള ചാൻസ്, അനാബോണ്ട് പിടിച്ചോവാനുള്ള ചാൻസ് ഉണ്ട്. ഈ കാണുന്നതാണ് RH പാക്കിങ്. പാക്കിങ് കറക്റ്റ് കുടുങ്ങുന്ന ലെവലിൽ കൊടുക്കുക. അപ്പോൾ ഈ കാണുന്ന പാക്കിങ്ങിന്റെ പോക്കറ്റിന്റെ ആ ഭാഗത്തായിട്ട് ഒരു ഗാഡിയും കൂടെ വരാനുണ്ട്. ആ ഗാഡി പൊട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ആ സാധനം ഇല്ല. അപ്പോൾ 2 സൈഡിലും സ്റ്റഡ് വരുന്നുണ്ട്. സ്പോക്കറ്റിന്റെ സൈഡ് ഒരു സ്റ്റഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കോയിലിന്റെ മാഗ്നറ്റിക് കോയിലിന്റെ സൈഡിലും കാണുന്നതാണ് ക്ലീൻ ചെയ്തിട്ടുള്ള വണ്ടിന്റെ RH കവറിഞ്ഞ് ഫിറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അതിനുശേഷം ബോൾട്ട് ഇടണം. ബോൾട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി വരുന്നത്. അതായത് എല്ലാ ബോൾട്ടും ഒരേ സൈസ് ആയിരിക്കില്ല.
ഈ കാണുന്ന ബോൾട്ടിന്റെ സൈസ് ഉണ്ടോ, ഇതിൽ ഏറ്റവും വലിയ ബോൾട്ട് ഉണ്ട്, ആ ബോൾട്ടാണ് ഫ്രണ്ടിൽ വരുന്നത്. ഈ 2 ബോൾട്ടും ഫ്രണ്ടിൽ ഏറ്റവും വലിയ ബോൾട്ടാണ്, അതായത് നീളം കൂടിയ ബോൾട്ടാണ്. ബാക്കിയുള്ളതിലും സെയിം ബോൾട്ട് തന്നെ വരിക, പക്ഷെ ബാക്കിൽ വരുന്നതും ചെറിയ ബോൾട്ടേക്കും. എഞ്ചിൻ കേസിലെ ഏറ്റവും ചെറിയ ബോൾട്ടാണ് ബാക്കിൽ വരുന്നത്, ബാക്കിയുള്ളതൊക്കെ സെയിം ബോൾട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിലൊന്നും വലിപ്പ വ്യത്യാസമില്ല. അതിനുശേഷം 8ന്റെ ബോക്സ് ഉപയോഗിച്ചിട്ട് ടൈറ്റ് ആക്കുന്ന കാണുന്നത്. മെഷീനൊക്കെ ഉപയോഗിച്ചിട്ടാണെങ്കിൽ ടോർക്ക് സെറ്റ് ചെയ്യുക, ഓവർ ലോഡും കാര്യങ്ങളൊന്നും ഇതാക്കരുത്. കാരണം എഞ്ചിന്റെ അലൂമിനിയം കേസ് ആയതുകൊണ്ട് അത് പെട്ടെന്ന് ത്രെഡ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഓവർ ടൈറ്റ് ആവാതെ ജസ്റ്റ് ഒന്ന് ഒരു മീഡിയം ടൈറ്റിൽ ടൈറ്റ് ആക്കാൻ നോക്കുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു ബ്രീത്തർ പൈപ്പും അതുപോലെ തന്നെ സോക്കറ്റും കോയിലിന്റെ സോക്കറ്റും കണക്ട് ചെയ്യുക. അതിനുശേഷം വീല് കൊടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പം വീല് കൊടുക്കുമ്പോൾ പുഷ് റബ്ബർ പോയിട്ടുണ്ടെങ്കിൽ, പുഷ് റബ്ബർ പറയുന്നത് വീലിൻ്റെ ഉള്ളിലുള്ള റബ്ബറാണ്, ആ പുഷ് റബ്ബർ പോയിട്ടുണ്ടെങ്കിൽ മാറ്റാൻ ശ്രമിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ അതന്നെ ഫിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതിന്റെ പുഷ് റബ്ബർ പുതിയതായതുകൊണ്ട് മാറ്റേണ്ട ആവശ്യമില്ല. ചെയിൻ സ്പോക്കറ്റ് മാറ്റിയിട്ടുണ്ടെങ്കിൽ ചിലവർ പുഷ് റബ്ബർ ബ്രേക്ക് ഷെല്ലും കൂടെ മാറ്റാറുണ്ട്. പിന്നെ അതിന് ശേഷം ചെയിൻ അഡ്ജസ്റ്ററിന്റെ അളവ് കറക്റ്റ് ആണോ നോക്കുക. അപ്പോൾ ഇത് നിൽക്കുന്നത് സൈസ് 9, 10ന്റെ അടയാളം കഴിഞ്ഞിട്ട് 9, 8, 7 ഇപ്പൊ നിൽക്കുന്നത്. 9 അതിൽ ഓരോ സ്റ്റഡില് ഓരോ കട്ടിങ് ഉണ്ട്. ആ കട്ടിങ് ഓപ്പോസിറ്റും ഒരേ അളവാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. രണ്ടും സെയിം ആക്കാൻ ശ്രമിക്കുക. അപ്പോൾ 7 അതിൽ കാണിക്കുന്നത്, അപ്പൊ ഇതിലും 7ലേക്ക് തന്നെ കറക്റ്റ് വെക്കാൻ നോക്കുക. അതിനുശേഷം ചെയിന് കറക്റ്റ് പ്ലേ തന്നെയല്ലേ, ഓവർ ടൈറ്റ് അല്ലല്ലോ ഒക്കെ ചെക്ക് ചെയ്യുക. ഓവർ ടൈറ്റോ അല്ലെ ഓവർ ലൂസ് ആണോ അല്ലെ ചെക്ക് ചെയ്യുക. അതിനുശേഷം വീൽനെട്ട് 24 നെട്ട് ഇടുക. അത് കഴിഞ്ഞിട്ട് 24 ബോക്സ് ഉപയോഗിച്ചിട്ട് നെട്ട് ടൈറ്റ് ആക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ ആക്സിന് തിരിയാതെ വരും. അതിനുശേഷം ബ്രേക്ക് റാഡിന്റെ ലിവർ കൊടുക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ അതിന് റാഡും കാര്യങ്ങളും വലിച്ചു പിടിച്ചിട്ട് എത്ര അഡ്ജസ്റ്റ്മെന്റിലാണോ ഉള്ളത് എന്നുള്ളത് ചെക്ക് ചെയ്യുക. അഡ്ജസ്റ്റ്മെന്റ് കണക്കാക്കിയിട്ട് ലിവർ ജസ്റ്റ് ഒന്ന് വെച്ച് വെക്കുക. അതിനുശേഷം ക്യാമൽ ലിവർ കൊടുക്കുകയാണ്. അപ്പോൾ 12ന്റെ ബോൾട്ടില് 12 റിംഗ് സ്പാൻഡർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ആക്കി കൊടുക്കുക. ടൈറ്റ് ആക്കിയതിനു ശേഷം ബാക്കത്തെ സ്റ്റഡ്, ക്യാം ലിവറിന്റെ സ്റ്റഡും കഴിഞ്ഞിട്ട് ബ്രേക്ക് റാഡിന്റെ ഞെട്ടും ഇട്ടുണ്ടെങ്കിൽ ബ്രേക്ക് റെഡി. അതിനുശേഷം 14ന്റെ ബ്രേക്ക് നെട്ട് ടീ ബോക്സ് ഉപയോഗിച്ചിട്ട് 14 ടീ ബോക്സ് ഉപയോഗിച്ചിട്ട് ടൈറ്റ് ആക്കുന്നത് നിങ്ങൾ കാണുന്നത്. അപ്പൊ അതിന്റെ പ്ലേ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു പ്ലേ മനസ്സിലാവും ടൈറ്റ് ആവുന്ന ലെവലാണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് ഇതിന് പണിയെടുക്കുന്നതിനെ കൊണ്ട് അറിയാം. അതിനുശേഷം ബാക്കിലത്തെ ലിവറിന്റെ സ്പ്രിങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കിക്കർ സെറ്റ് ആക്കുകയാണ്. അപ്പൊ കിക്കർ സെറ്റ് ആക്കുമ്പോൾ ജസ്റ്റ് ഊരിയ മാതിരി തന്നെ 13ന്റെ ഞെട്ടും ബോൾട്ടും വരുന്നുണ്ട്. ആ ബോൾട്ടും ഞെട്ടും 13 റിംഗ് സ്പാൻഡറും ഡബിൾ ഹാൻഡും ഉപയോഗിച്ചിട്ട് ടൈറ്റ് ആക്കുക. അതിനുശേഷം ഫുഡ് റെസ്റ്റ് ഊരിയ ഫുഡ് റെസ്റ്റ് ഫ്രണ്ട് ഫുഡ് റെസ്റ്റ് ആണ് പിന്നെ സെറ്റ് ആക്കേണ്ടത്. അപ്പോൾ ഊരിയ മാതിരി തന്നെ 17ന്റെ ഒരു ബോൾട്ടാണ് വരുന്നത്. ആ ബോൾട്ട് ഉപയോഗിച്ചിട്ട് 17 റിംഗും ഉപയോഗിച്ചിട്ട് ടൈറ്റ് ആക്കുക. അല്ലെങ്കിൽ മെഷീനിലുള്ളവർ 17ന്റെ ബോക്സ് ഉപയോഗിച്ചിട്ട് ടൈറ്റ് ആക്കുകയാണെങ്കിൽ. ഇനി ഈ കാണുന്നതാണ് സൈലൻസറിന്റെ ഗ്യാസ്കറ്റ്. സൈലൻസറിന്റെ ഹെഡിന്റെ അവിടെ വരുന്ന ഗ്യാസ്കറ്റ്. അപ്പൊ പഴയ ഗ്യാസ്കറ്റ് ഇതാ ഫുള്ള് ചതഞ്ഞ് പണിയിക്കുന്നു. അപ്പൊ ആദ്യം അത് റിമൂവ് ചെയ്യണം. അതിനുശേഷം ഇതാ ഈ കാണുന്നതാണ് ഗ്യാസ്കറ്റ് ഉണ്ടാവും. അങ്ങനെയാണ് ഉണ്ടാവുക. മിച്ചളന്റെ ഗ്യാസ്കറ്റാണ് വരുന്നത്. ഒരു റിംഗ് ആയിട്ടാണ് വരുന്നത്. അത് പ്രസ് ആവുന്നതിനനുസരിച്ച് ചതയുന്നു. അപ്പോൾ ആ സാധനം കൊടുക്കുക. അതിനുശേഷം സൈലൻസർ ബെൻഡ് ഫിറ്റ് ചെയ്യാനുള്ളൂ. ആദ്യം സൈലൻസർ എടുക്കുക. സൈലൻസർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഫുഡ് റെസ്റ്റ് ആദ്യം ഒന്ന് ജസ്റ്റ് അതിൽ കുടുക്കിടുക. കുടുക്കിട്ടതിന് ശേഷം ബെൻഡിന്റെ അവിടെ
2 ബോൾട്ടാ വരുന്നത്, ഞെട്ട വരുന്നത്. അപ്പോൾ 12 ഞെട്ട വരുന്നത്, ആ ഞെട്ടിടുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചാൽ എൻ്റെ പോരായ്മകൾ അടുത്ത വീഡിയോയിലൂടെ തിരുത്താൻ ശ്രമിക്കുന്നതുമാണ്. ഫ്രണ്ടത്തെ ബെൻഡിന്റെ 12 ഞെട്ട് ടൈറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്ക് സൈഡിലുള്ള ഫുഡ് റെസ്റ്റിന്റെ ഞെട്ടും കൂടെ ടൈറ്റ് ആക്കി കൊടുക്കുക. ടൈറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൈനീസ് പോക്കറ്റും ചേഞ്ച് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പഴയത് ഒഴിച്ച് വെച്ച ഓയിൽ ഒന്ന് ഫിൽട്ടർ ചെയ്തിട്ട് ജസ്റ്റ് എഞ്ചിനിലേക്ക് തന്നെ തിരിച്ചു വെച്ച് കൊടുത്താൽ ചൈനീസ് പോക്കറ്റും ചേഞ്ച് ചെയ്യും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മെക് ഡോക്ടർ വ്ളോഗ്സ്. സൈനിങ് ഓഫ്. ബി വേക്ക്.